അപ്പോൾ മച്ചന്മാരെ ഫസ്റ്റത്തെ എയറിന് കെട്ടിയതാട്ടോ. അടിപൊളി സാധനം കിട്ടിയുള്ളത്, ഫ്രഷ് സാധനം കിട്ടിയുള്ളത്. എന്തായാലും അടുത്ത കാസ്റ്റ് പിടിക്കാൻ വേണ്ടി വന്ന വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബിൻ സാൽമൺ എന്ന് പറയും. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാണാതായപ്പോൾ സഭിക്കിട്ടിട്ട് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മീനടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, ബ്രോക്ക് മീനടിച്ചിട്ടുണ്ട്. എന്ത് മീനെന്നറിയില്ല, നോക്കി നോക്കാം. കരയ്ക്ക് കയറട്ടെ. കരയിലേക്ക് കയറട്ടെ. എന്തോ കാണുന്നുണ്ടോ എന്നറിയില്ല. ഓ വലിയ വറ്റാണ്, വലിയ വറ്റ. നിങ്ങളെടുത്തോ മച്ചാന്മാരെ. നമ്മൾ ആസിഫ് ബ്രോ ഇതാ വലിയൊരു വറ്റേനെയും പിടിച്ചിട്ട് ഇതാ നമ്മളെ മുന്നിൽ വന്നിരിക്കണം. പോയി മാലി തുറക്കും. ഈ കുളത്തായ കാരണം കേട്ടാ പൊട്ടിച്ചു പോയത്. നേരെ മറിച്ച് ഇത് വാങ്ങിക്കണതാണെന്നുണ്ടെങ്കിൽ തീരുമാനമായിട്ടുണ്ട്. വാങ്ങിക്കണേമാണ് ഇപ്പോൾ നിവർന്ന് പോയിട്ടുണ്ടാവും. മെല്ലെ ഹുക്കൊന്നും ഇനി എൻ്റെ ഫോൺ കയ്യിലുള്ള മീനെ പിടിക്കും. വറ്റ മീനെടുത്ത് ഈ ഒരു പറഞ്ഞ് ഒരു കിപ്പറും എടുക്കണ്ടെന്ന് എടുത്തോളൂ. അതവിടെ കിട്ടുന്നുണ്ട്, എടുത്തുണ്ട്. ഇല്ല അത് ഞാൻ അതിൻ്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് പോകണം. അടുത്ത ചുള്ളി വെച്ചു. ചുണ്ടൊന്നും പിടിച്ചിട്ട് മീനൊന്നും ശരിക്കും ഒന്ന് കാണിച്ചു തരാൻ പറ്റും. ഇങ്ങനെ ചുണ്ടിൽ പിടിച്ചിട്ട് എന്നാൽ വിട്, ഞാൻ പിടിച്ച് കാണിച്ചു തരാം. നല്ല മച്ചന്മാരെ. അപ്പോൾ അതാ സാധനം അതാ. പോയി നോക്ക്, അടുത്ത് കിട്ടുമോ നോക്ക്. സൂക്ഷിച്ച് കേട്ടാ. അങ്ങേ സൈഡിൽ കുറേ മച്ചന്മാർ ചൂണ്ടിലിടുന്നുണ്ട്. ബൈറ്റ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ അതിൽ ഏട്ടക്കൂരി അതേപോലെ കോര അങ്ങനെയുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് തോന്നുന്നു നിൽക്കുന്നത്. നമ്മളെ വലക്കാരുടെ തോണി അത് അങ്ങനെ കയറി വരുന്നുണ്ട് അവിടുന്ന്. ആദ്യം ഫുള്ള് മീനായത് കൊണ്ടാണ് അത് നല്ല താന്ന് നിൽക്കുന്നത്. കണ്ടില്ലേ, വെള്ളത്തിൽ കുറച്ച് ഡീപ്പായിട്ടാണ് അത് നിൽക്കുന്നത്. കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൽ മീനുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ താന്നു പോണത്. അതിൻ്റെ അതേമാതിരി വലിയ ഫൈബർ ബോട്ട് വലുത് വരുന്നുണ്ടില്ലേ, അതും മീനും പിടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ അങ്ങേ സൈഡിലും കുറേ മച്ചന്മാർ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. മോർണിംഗിൽ നമുക്ക് സാൽമൻ്റെ ആക്ടിവിറ്റി കുറച്ച് കണ്ടായിരുന്നു. നമുക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല, നമ്മളെ ചുണ്ടയിലടിച്ചില്ല വേറൊരു ചേട്ടൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ നമ്മളെ കയ്യിൽ ഫോണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മച്ചന്മാരെ, അപ്പോൾ നമുക്ക് സാൽമൻ്റെ വീഡിയോ ഇനി പെട്ടെന്ന് എന്തായാലും വരും. അടുത്ത സാൽമൻ്റെ വീഡിയോ എന്തായാലും വരാതിരിക്കില്ല. മച്ചാന്മാരെന്തായാലും വീഡിയോ കാണാതിരിക്കരുത്. പിന്നെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, കമൻ്റ് അടിച്ച് അടിക്കുക, മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാറ്റിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സൗണ്ട് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ സമയം ക്ഷമിക്കണം. ലോകം മൊത്തം കാണും. അതല്ല ഇത്ര നേരായിട്ട് അറിയാം. എത്ര നേരെ ചെക്കിനടിച്ചൊക്കെ യൂസഫ് അലി അടുത്ത്